റാഫിഞ്ഞ വളരെ മോശമായിട്ടാണ് കളിച്ചത്. ഈഗോർ തിയാഗോക്ക് 2 ഓപ്പൺ ചാൻസ് കിട്ടിയിട്ട് പുള്ളി മിസ് ചെയ്തു. കാസിം ബൈ കസമീറോയുടെ സ്വന്തം വിശ്വസ്തനായിട്ടുള്ള ആൻസലോട്ടിയുടെ സ്വന്തം വിശ്വസ്തനായിട്ടുള്ള കാസിം ബൈ കസമീറോ പുള്ളി മോശമായിട്ടാണ് കളിച്ചത്. സോ അങ്ങനത്തെ കുറേ ഒപ്പീനിയൻസ് ആണ് പബ്ലിക്കിൽ നിന്നും വേൾഡ് കപ്പിൽ വരുന്നത്. വേൾഡ് കപ്പ് ആകുമ്പോൾ ഓഫ് കോഴ്സ് ക്രിറ്റിസിസം ഭയങ്കരമായിട്ട് വരും. ഓക്കെ, കാരണം എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ടൂർണമെൻ്റാണ് വേൾഡ് കപ്പ് എന്ന് പറയുന്നത്. വൺ ഓഫ് ദ ബിഗ് സ്റ്റേജ്, ഏറ്റവും ബിഗ് സ്റ്റേജാണ്, ഫുട്ബോളിലെ ഏറ്റവും ബിഗ് സ്റ്റേജാണ് ഈ ഒരു വേൾഡ് കപ്പ് എന്ന് പറയുന്നത്. സ്വന്തം രാജ്യത്തിന് വേണ്ടി കളിക്കുക, അതും ലോകം മൊത്തം വാച്ച് ചെയ്യുന്നു. സോ അപ്പോൾ ക്രിറ്റിസിസം വരും. റാഫിനേക്കാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ക്രിറ്റിസിസം വരുന്നത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ക്ലബിന് വേണ്ടി അങ്ങനെ തിളങ്ങി ഏറ്റവും ടോപ്പിൽ ഈ ചെങ്ങായില്ലെങ്കിൽ ക്ലബ്ബ് ചാമ്പ്യൻസ് ലീഗിലൊക്കെ തോറ്റു പോകും ബാഴ്സലോണ എന്നുള്ള രീതിയിലുള്ള പോക്കാണ് ബാഴ്സലോണയിൽ റാഫിനെ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ബ്രസീൽ വരുന്ന സമയത്ത് റാഫിനെയാണ് ഏറ്റവും കൂടുതൽ ഗ്രൗണ്ടിൽ ഓടിയത്. പക്ഷെ അതൊന്നും ഇമ്പാക്റ്റ്ഫുൾ അല്ല, ഒരു ഇമ്പാക്റ്റ് ഇല്ലാത്ത ഓട്ടം എന്നൊക്കെ പറയേണ്ട ഒരവസ്ഥയാണ് റാഫിനിയുടെ. സോ എൻ്റെ വേൾഡ് കപ്പ് വീഡിയോസിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വേൾഡ് കപ്പ് വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. സോ പിന്നെ അടുത്തത് പറയാനുള്ളതാണ് ഈഗോർ തിയാഗോ. ബ്രെൻഫോർഡിൽ വണ്ടർ സീസൺ എന്നൊക്കെ പറഞ്ഞ് ആൻസലോട്ടി എടുത്തൊരു പ്ലെയറാണ്. സ്ട്രൈക്കറായിട്ട് ഫസ്റ്റ് 11-ൽ തന്നെ ആദ്യത്തെ മാച്ചിൽ ആൻസലോട്ടി ഇറക്കുകയും ചെയ്തു. 2 ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്തു. ദാറ്റ്സ് എ ഫാക്ട് അല്ലേ? എനിക്ക് തോന്നിയ കാര്യമാണ്. ആദ്യത്തെ ഒരു വിനീഷ്യസ് ജൂനിയറിൻ്റെ ഒരു ക്രോസ് ഉണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ. ജസ്റ്റ് തലയൊന്ന് ടച്ച് ചെയ്തെടുത്താൽ മതി. 1-on-1 വിത്ത് ബോണോ. മൊറോക്കോയുടെ ഗോൾ കീപ്പറുമായിട്ട് 1-on-1 ആണ്. ടച്ച് ചെയ്തില്ല, അത് മിസ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ ഒരു ത്രോ ഇന്ന് ഈഗോർ തിയാഗോക്ക് നല്ലൊരു ചാൻസ് കിട്ടി. അതും 1-on-1 വിത്ത് ഗോൾ കീപ്പർ ആയിരുന്നു. അത് ഷോട്ട് ചെയ്തു, പക്ഷേ അതൊരു ഒരു പവറില്ലാത്ത ഷോട്ട്, ഒരു ആക്യുറസി ഇല്ലാത്തൊരു ഷോട്ട്. ഒരു ബ്രസീലിൻ്റെ സ്ട്രൈക്കർ എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു പ്രതീക്ഷിക്കുന്നില്ലേ, അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഒരു മെനയില്ലാത്തൊരു ടൈപ്പ് ഓഫ് ഷോട്ടായി പോയി അത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഭയങ്കരമായിട്ട് കസമീറോ ഫസ്റ്റ് ഹാഫിൽ വേൾഡ് കപ്പ് തുടങ്ങി. ഈ ഒരു വേൾഡ് കപ്പ് എന്ന് പറയുന്നത് ഒരു ഡിഫറെൻറ്റ് മോഡാണ്. ഒരു ഫ്രണ്ട്ലീസൊക്കെ ഇതാക്കുന്നത് പോലെയല്ല, ഇറ്റ്സ് എ ഡിഫറെൻറ്റ് മോഡ്. കാരണം മൊറോക്കോ ആണെന്നുണ്ടെങ്കിൽ അവർ കളിക്കുന്നത് രാജ്യത്തിന് വേണ്ടിയാണ്, ബ്രസീലിയൻ രാജ്യത്തിനാണ്. അപ്പോൾ കോമ്പറ്റിറ്റീവുകൾ തമ്മിലുള്ള പോരാട്ടമാണ് ഈ ഒരു ടൈറ്റ്. ഇതിപ്പോൾ ചെറിയ ടൈറ്റേ ഉള്ളൂ, ഇതിലും വലിയ ടൈറ്റാണ് ഇനി നോക്കൗട്ടിലൊക്കെ പ്രതീക്ഷിക്കാനുള്ളത്. സോ രാജ്യത്തിന് വേണ്ടി കളിക്കുമ്പോൾ എല്ലാവരും അതിൻ്റെ ഫുള്ള് എടുക്കും. ഓക്കെ, എസ്പെഷ്യലി വേൾഡ് കപ്പിൽ ഓരോ മാച്ചും നോക്കൗട്ട് പോലെയാണ്. ഗ്രൂപ്പ് സ്റ്റേജ് പോലും ദർ ഇസ് നോ സെക്കൻഡ് ചാൻസ് ഫോർ വേൾഡ് കപ്പ് എന്നാണ് പല പ്രഗത്ഭരായിട്ടുള്ള കോച്ചസ്മാരും പറയാറുള്ളത്. അപ്പോൾ ഓരോ മാച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഓരോ മാച്ചിലും അതിൻ്റേതായുള്ള ഇമ്പോർട്ടൻസോട് കൂടിയാണ് എല്ലാ പ്ലേയേഴ്സും അത് കാണുക. സോ അപ്പോൾ 2 ടീമും തമ്മിൽ ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിരിക്കും, അങ്ങനെ കട്ടക്ക് പോരാട്ടമായിരിക്കും. സോ ഇങ്ങനെ വന്ന സമയത്ത് കാസിം ബൈക്ക് ആ ഒരു റിതം പിടിക്കാൻ പറ്റണില്ല. ഓക്കെ, കസമീറോക്ക് എനിക്കറിയില്ല, എനിക്ക് മാച്ച് കണ്ടപ്പോൾ അതാ തോന്നി. കസമീറോ വൻ ഷോക്കായിരുന്നു ഫസ്റ്റ് ഹാഫിൽ. സെക്കൻഡ് ഹാഫ് ആയ സമയത്ത് ആൻസലോട്ടിക്ക് മനസ്സിലായി ഈ പുള്ളി തന്നെ വെച്ചിട്ട് കാര്യമില്ല. അങ്ങനെയാണ് സെക്കൻഡ് ഹാഫിൽ ഫാബീനോയെ കൊണ്ടുവരുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം ജസ്റ്റ് ഒന്ന് ലൈനപ്പിലോട്ട് പോകാം. ബ്രസീലിൻ്റെ ഗോൾ കീപ്പർ ആലിസൺ ബക്കർ മോശമില്ലാത്ത ഒരു പെർഫോമൻസ് ആലിസൺ ബക്കർ പുൾ ഓഫ് ചെയ്തു. അവസാനം ആലിസൺ ബക്കറിൻ്റെ ഒരു ഡബിൾ സേവ് ഉണ്ടായിരുന്നു അവസാന മിനിറ്റിൽ. അതൊരു കിഡിലൻ ഡബിൾ സേവ് ആയിരുന്നു. ഫാന്റാസ്റ്റിക് സേവ് എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ടൈപ്പ് ഓഫ് സേവ് ആയിരുന്നു അത് എന്താ പറയുക, ബ്രസീലിനെ രക്ഷിച്ചു ഒരു നാണം കെട്ട തോൽവിയിൽ നിന്നും. ഓക്കെ, പിന്നെ ഡിഫൻഡേഴ്സായിട്ട് ഞാൻ പ്രിഡിക്ഷൻ ലൈനപ്പിൽ പറഞ്ഞവർ തന്നെയാണ് മാർക്കിനിയോസും ഗബ്രിയൽ മഹല്ലസും. അവർ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഡിഫൻസ് കുറച്ചും കൂടി സ്ട്രോങ് ആയിരുന്നു കഴിഞ്ഞ മാച്ചിൽ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഫുൾ ബാക്സ് നല്ലൊരു പണി കിട്ടി. റൈറ്റ് ബാക്കിൽ ഡഗ്ലസ് സാന്റോസിനെയും ലെഫ്റ്റ് ബാക്കിൽ ഇബാനസിനെയുമാണ് ഇറക്കിയിട്ടുണ്ടായിരുന്നത്. അത് വലിയൊരു മണ്ടത്തരമായിപ്പോയി. ഓക്കെ, വലിയൊരു മണ്ടത്തരമായിപ്പോയി അത്. ഇബാനസിനൊക്കെ മൊറോക്കൻ പ്ലേയേഴ്സ് പെട്ടെന്ന് ബീറ്റായി അങ്ങനെ പോവാണ്. ഓക്കെ, ഈ ഡഗ്ലസ് സാന്റോസ് എന്ന് പറയുന്നത് ആക്ച്വലി ലെഫ്റ്റ് വിങ് ആണ്, ലെഫ്റ്റ് ഫുൾ ബാക്ക് ആണ്. ഇബാനസിനെ ഞാൻ ഇപ്പോഴാണ് ആദ്യമായിട്ടാണ് ബ്രസീലിയൻ ടീമിൽ കാണുന്നത് മാനവും മര്യാദയ്ക്കും. ഓക്കെ, അപ്പോൾ ഡഗ്ലസ് സാന്റോസിനെ റൈറ്റും കളിപ്പിച്ചു, ഇബാനസിനെ കൊണ്ടുപോയി ലെഫ്റ്റും കളിപ്പിച്ചു. അത് ഒരു മെന കിട്ടിയില്ല. സെക്കൻഡ് ഹാഫ് ആയ സമയത്ത് ഡാനിലോനെ റൈറ്റിൽ കൊണ്ടുവന്നാണ് ഡഗ്ലസ് സാന്റോസിനെ ലെഫ്റ്റിക്ക് കൊണ്ടുവേണ്ടി വന്നു. ഓക്കെ, വേറെ മാർഗ്ഗമില്ല അവിടെ കാർലോ ആൻസലോട്ടി. കാരണം അപ്പുറത്ത് ഇബാനസ് ലെഫ്റ്റ് അങ്ങനെ ബീറ്റിനെ പോവാണ്. ഡേഞ്ചറസ് ആയിട്ടുള്ള എല്ലാ മൂവ്മെൻറ്റ്സും വരുന്നത് ലെഫ്റ്റിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ മാറ്റിയത്. പിന്നെ മിഡ്ഫീൽഡേഴ്സ് ബ്രൂണോ ഗുയിമറസും കസമീറോയും. ഓക്കെ, ഷോക്കായിരുന്നു. വൻ ഷോക്കായിരുന്നു. കസമീറോ എന്താണ് കാണിക്കുന്നതെന്നൊക്കെ എനിക്ക് ചില സമയത്ത് തോന്നിപ്പോവും. മിസ്പാസ് ആദ്യത്തെ 30 മിനിറ്റ് ഞാൻ പറയട്ടെ, ബ്രസീലിന് മാനവും മര്യാദയ്ക്കും കളിക്കാൻ പറ്റിയിട്ടില്ല. ബോൾ തൊടാൻ പറ്റില്ല. മൊറോക്കോ ബോൾ കൊടുക്കണ്ടേ, എന്നാലല്ലേ കളിക്കാൻ പറ്റൂ. നല്ലൊരു അറ്റാക്കിൽ ആദ്യത്തെ 20 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ മൊറോക്കോ 6 അറ്റംപ്റ്റ് അങ്ങാണ്ടേ നടത്തി. ഓൺ ടാർഗറ്റ് ഷോട്ടുകളൊന്നും ഐ തിങ്ക് ദർ ഈസ് നോട്ട്, ബട്ട് അറ്റംപ്റ്റുകൾ 6 നടത്തി. വാട്ട്
ബ്രസീലിയൻ പോലത്തെ ഒരു ടീമിനെതിരെ പുറത്ത് പല ഒപ്പീനിയൻസും വരുന്നത് മൊറോക്കോനോട് ആരോ പറയാൻ വിട്ടുപോയി ഓപ്പോസിറ്റുള്ളത് ബ്രസീലാണ്. അതാണ് ആദ്യത്തെ 30 മിനിറ്റ് അവർ കളിച്ചത്. പിന്നെയാണ് അവർക്ക് മനസ്സിലായത് ബ്രസീലാണ്, അതിനനുസരിച്ച് കളിച്ചു. ലിറ്ററലി അതൊക്കെ ജസ്റ്റ് ഒരു അതിൻ്റെ സൈഡിൽ സർക്കാസ്റ്റിക് ആയിട്ട് പറയുന്ന കാര്യമാണ്. ബട്ട് ആദ്യത്തെ ഒരു 30 മിനിറ്റ് ടു ബി ഫ്രാങ്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ബ്രസീലിൻ്റെ നല്ലൊരു അറ്റാക്കില്ല. റാഫീനയ്ക്കും വിനിക്കൊന്നും മാനം വരെയധികം ബോൾ പോലും കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പുറത്ത് ബ്രാഹിം ഡയസ് അക്കീമിയൊക്കെ ഒരു നമുക്കറിയാം കയറി വരുന്ന ഒരു ഓവർലാപ്പ് ചെയ്ത് വരുന്ന ടൈപ്പ് ഓഫ് ഒരു ഫുൾ ബാക്കാണ് റൈറ്റിൽ. പുള്ളിയൊക്കെ ഫുൾ ടൈം ഹാഫിൻ്റെ അപ്പുറത്തായിരുന്നു. ഇപ്പുറത്തൊക്കെ വരുന്നത് വളരെ കുറവാണ്. വിനീഷ്യസ് ജൂനിയർ പോലത്തെ ഒരു സ്പീഡി ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ് ലെഫ്റ്റ് വിങ്ങിൽ, അതായത് അഷ്റഫ് ഹക്കീമിൻ്റെ സൈഡിൽ കളിക്കുന്നത്. പക്ഷേ ബട്ട് സ്റ്റിൽ അഷ്റഫ് ഹക്കീമി ഇപ്പോഴും കോൺഫിഡൻ്റ് ആയിട്ട് അവിടെ, കാരണം കളി മൊത്തവിടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇങ്ങോട്ടേക്ക് ബോൾ വരുന്നില്ല, കൗണ്ടർ അറ്റാക്കിന് പോലും ഒരു ബോൾ വരുന്നില്ല. ഓക്കെ, മോണോക്കോ അവിടെ വെറുതെ ഇരിക്കുമായിരുന്നു ആദ്യത്തെ 30 മിനിറ്റ്. ഒരറ്റംപ്റ്റ് കണ്ടിട്ട് നടത്തിയിട്ടുണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ആ ഒരു ഈഗോർ തിയാഗോൻ്റെ ഹെഡ്, അല്ലാതെ വേറൊന്നുമില്ല എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പോൾ ബ്രൂണോ ഗിമാരസും കസമീറോയും വൻ ശോകമായിരുന്നു മിഡിൽ. അതാണ് നമ്മൾ പറഞ്ഞു വന്നത്, മിഡിൽ ആ ഒരു കൺട്രോൾ വരുന്നില്ല. അറിയില്ല, ഇത് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് കസമീറോനെ ആ ഒരു റിതം കിട്ടുക. കസമീറോനെ എപ്പോഴും ഫസ്റ്റ് ചോയ്സിൽ എടുക്കുന്നതിൽ ഒരു വിയോജിപ്പ് ഉണ്ട് ഇപ്പോൾ. കാരണം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ അടിപൊളിയാണ് കളിക്കുന്നതെന്നുണ്ടെങ്കിലും പഴയൊരു കസമീറോ അല്ല ഇപ്പോൾ. ഓക്കെ, പക്ഷെ എന്നാലും ഒരു കോമ്പിനേഷൻ വെച്ച് നോക്കുമ്പോൾ ബ്രൂണോ ഗിമാരസ് കസമീറോ നല്ലൊരു കോംബോ ആണ്. ഓക്കെ, പിന്നെ AMF റോളിൽ ഇറക്കിയത് ലൂക്കാസ് പക്വേറ്റനെയാണ്. പക്വേറ്റ ആദ്യത്തെ 30 മിനിറ്റ് കാര്യം പറയാലോ, ശോകമായിരുന്നു. മിസ് പാസസ് കൊടുക്കുക, ബോൾ കൺട്രോൾ ചെയ്യുന്നില്ല. ആ ഒരു AMFൻ്റെ റോൾ നമുക്കറിയാം. നെയ്മർ കുറച്ച് കാലമായിട്ട് ബ്രസീലിൽ ചെയ്യുന്നൊരു ടൈപ്പ് ഓഫ് റോളാണ് അത്, ആ ഒരു നമ്പർ 10 റോൾ. അത് നമ്മൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വേൾഡ് ക്ലാസ് രീതിയിൽ കണ്ട ഒരു ടൈപ്പ് ഓഫ് റോളാണത്. ഓക്കെ, അപ്പോൾ ആ ഒരു റോളിനെ ലൂക്കാസ് പക്വേറ്റ ഇത്രയും ശോകമായിട്ട് കളിക്കുന്നത് കാണുമ്പോൾ ഒരു 30 മിനിറ്റ് ഹാഫ് ടൈമിനൊക്കെ ശേഷം പിന്നെയും കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു ബൈസിക്കിൾ കിക്ക് ട്രൈ ഒക്കെ ഉണ്ടായിരുന്നു ലൂക്കാസ് പക്വേറ്റ. അതൊക്കെ നല്ലതായിരുന്നു, അല്ല എന്നല്ല പറയുന്നത്. ബട്ട് ആ ഒരു 30 മിനിറ്റ് വരെ ശോകമായിരുന്നു. ആ സമയത്താണ് ശോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോൾ കൺട്രോൾ ചെയ്യാൻ മാത്രമല്ല, മിസ് പാസ് വെറുതെ ഓപ്പോസിറ്റ് ഹാഫിലോട്ട്, നമ്മുടെ ഹാഫിൽ നിന്ന് ഓപ്പോസിറ്റ് ടീമിന് മൊറോക്കോക്ക് ബോൾ ഇട്ട് കൊടുക്കുക. ഓക്കെ, അതൊക്കെ ഡേഞ്ചറസ് ആയിട്ടുള്ള പ്ലേ ആണ്. വേൾഡ് കപ്പിലൊക്കെ അങ്ങനത്തെ ഓരോ മിസ്റ്റേക്സിനും അതിൻ്റേതായുള്ള വില കൊടുക്കേണ്ടി വരും. നമുക്ക് ഇങ്ങനത്തെ ഒരു മിസ്റ്റേക്കിൻ്റെ വലിയൊരു മിസ്റ്റേക്ക് എന്നല്ല, 1994 വേൾഡ് കപ്പ് ഫൈനലിൽ റോബർട്ടോ ബാഗിയോ പുള്ളി ആ ഒരു പെനാൽറ്റി പുറത്ത് കടിച്ചതൊക്കെ നമുക്കറിയാം. ഹീ സ്റ്റിൽ അപ്പോളജൈസിങ് ടു ദ ഫാൻസ്. 2026 22 32 വർഷം കഴിഞ്ഞു. അത് സ്റ്റിൽ റോബർട്ടോ ബാഗിയോ ഇറ്റലിയുടെ ഫാൻസിനെ കണ്ട് കഴിഞ്ഞാൽ അപ്പോളജൈസ് ചെയ്യുക. കാരണം എന്താ, പുള്ളി ആ ഒരു പെനാൽറ്റി പുറത്ത് കടിച്ചത് കൊണ്ട് മാത്രം തോറ്റ ഒരു ടീമാണ് അന്ന് ഇറ്റലി എന്ന് പറയുന്നത്. ബ്രസീലാണ് വേൾഡ് കപ്പ് ജയിച്ചത് ആ ഒരൊറ്റ പെനാൽറ്റിമേ. അപ്പോൾ പുള്ളിയുടെ ലൈഫ് ലോങ് റിഗ്രറ്റാണ് ആ ഒരു പെനാൽറ്റി പുറത്ത് കളിച്ചത്. ഈ സ്റ്റിൽ അപ്പോളജൈസിങ്. അത് കഴിഞ്ഞു, ഇറ്റലി അത് കഴിഞ്ഞിട്ടൊരു വേൾഡ് കപ്പ് അടിച്ചു 2006. പക്ഷേ സ്റ്റിൽ റോബർട്ടോ ബാഗിയോ ഈസ് അപ്പോളജൈസിങ്. വൈ? ബിക്കോസ് വേൾഡ് കപ്പ് ഈസ് എ ബിഗ് സ്റ്റേജ്. അവിടെ പ്ലെയേഴ്സ് എന്ന് പറയുന്നത് അവർക്ക് ഇമോഷനാണ്, അവർക്ക് സ്വന്തം നാഷണാലിറ്റിക്ക് വേണ്ടി കളിക്കുന്നൊരു കാര്യമാണ്. സോ അങ്ങനത്തെ ഒരു മിസ്റ്റേക്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ലൈഫ് ലോങ് റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. ഞാൻ ഇപ്പോൾ പറഞ്ഞത് അതൊന്നൊന്നുമല്ല, ഈ ലൂക്കാസ് പക്വേറ്റൻ്റെ വന്നൊന്നും അങ്ങനത്തെ ഡേഞ്ചറസ് ആയിട്ടുള്ള മിസ് പാസുകൾ കുറച്ച് വന്നു. ഓക്കെ, പക്ഷേ വലിയ ഗോളോ അങ്ങനത്തെ കാര്യങ്ങളോ ആയില്ല ഭാഗ്യത്തിന്. പിന്നെ അങ്ങനെയാണ് ഫസ്റ്റ് ഹാഫിൽ ലൂക്കാസ് പക്വേറ്റ, ലെഫ്റ്റ് വിങ്ങിൽ വിനീഷ്യസ് ജൂനിയർ, റൈറ്റിൽ റാഫീനിയ, സ്ട്രൈക്കറായിട്ട് ഈഗോർ തിയാഗോ. ഇതാണ് സ്റ്റാർട്ടിംഗ് 11 ഉണ്ടായിരുന്നത്. കളി അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. മൊറോക്കോ ഫസ്റ്റ് ഹാഫിൽ കിഡിലനായിട്ട് കളിച്ചുകൊണ്ടിരിക്കുക. ഒരു സ്പെയിനിൻ്റെ ടിക്കിറ്റാക്കൊക്കെ പോലെയാണ് അവർ കളിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, ബ്രസീലിനിട്ട് വട്ടം കറക്കുക. കസിംബായും ബ്രൂണോ ഗിമാരസൊക്കെ എന്താ പറയുക, നല്ലപോലെ ഉയർത്തു ആ ഒരു ടീമിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഗബ്രിയേൽ മഹല്ലസും മാർക്കിനിയോസും ആണ് പ്രോപ്പറായിട്ടും ഡിഫെൻഡ് ചെയ്തത് ഫസ്റ്റ് ഹാഫിലൊക്കെ. ഷോട്ട് തടുക്കാം, നമുക്ക് മഹല്ലസൊക്കെ ഫേസ് കൊണ്ടൊക്കെ ഒരു ഷോട്ടൊക്കെ തടുത്തിട്ടുണ്ട്. ഓക്കെ, ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട്, ഷോട്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് കുറച്ച് വെള്ളം കുടിച്ചു ഫസ്റ്റ് ഹാഫിൽ. ഓക്കെ, അങ്ങനെ 30-ാമത്തെ ഒരു 10-19 മിനിറ്റ് 21 മിനിറ്റൊക്കെ ആയ സമയത്താണ് ഫസ്റ്റ് ഹാഫിൽ തന്നെയാണ് ആ ഒരു ഗോള് വരുന്നത് ബ്രാഹിം ഡയസിൻ്റെ അസിസ്റ്റിൽ നിന്നും. ബ്രാഹിം ഡയസ് അവരുടെ സ്ട്രൈക്കർ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക, എന്നാൽ ബോൾ ഇട്ടോന്ന് പറഞ്ഞു. ബ്രാഹിം ഡയസ് അങ്ങനെയാണോ, എന്നാൽ ഒരു കാര്യം ചെയ്യാം, പെർഫെക്റ്റ് ബോൾ ഇട്ടരാന്ന് പറഞ്ഞൊരു ബോൾ അങ്ങോട്ട് അടിച്ചു കൊടുത്തു ഗബ്രിയേൽ മഹല്ലസിൻ്റെയും മാർക്കിനിയസിൻ്റെയും നടുക്ക് കൂടെ. എച്ചാതി പാസ്സാത്, എൻ്റെ മോനെ, ആ ഒരു കിടിലം പാസ്. ആ ഒരു പാസ് ഡിഫൻസിനെ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് അങ്ങനെ ആ ചങ്ങാതിൻ്റെ ഫ്രണ്ടിലോട്ട് പോയി ആലിസൺ ബക്കറാണെങ്കിൽ ഓവർലാപ്പ് ചെയ്ത് കയറി വരികയും ചെയ്തു. ആ ഓവർലാപ്പ് ചെയ്ത് കയറി വരുന്നത് കണ്ടു, ചിപ്പ് ചെയ്തു. ആലിസൺ ബക്കറിൻ്റെ മോളിൽ കൂടെ ആ ഒരു ബോൾ അങ്ങോട്ട് ഇട്ട് ഗോളായി. എന്താ ചങ്ങൻ്റെ പേര് സാരിബേ അങ്ങനെ എന്തോന്നാണ്. നമുക്ക് ആ ഒരു അഷ്റഫ് ഹക്കീമി
ബ്രയൻ ഡൈസ്, ഗോൾ കീപ്പർ ബോണോ, വരെ 3 പേരെ അറിയുള്ളൂ, ഒരു നോൺ പ്ലേയേഴ്സ് ഉള്ളൂ. ബാക്കിയൊക്കെ അവിടെയും ഇവിടെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലും ടോപ്പ് 5 ലീഗിലൊക്കെ അവിടെയും ഇവിടെയും കളിക്കുന്ന പ്ലേയേഴ്സൊക്കെ തന്നെ. പക്ഷേ അത്രയധികം നോണല്ല, ഒരു 18 വയസ്സായി മുടിയുള്ള പയ്യനൊക്കെ ഉണ്ട്, അവർക്ക് കിടിലം കളിയായിരുന്നു. അപ്പോൾ ഈ ചെങ്ങായി ആ ഒരു ഗോൾ സ്കോർ ചെയ്തു, എജ്ജാതി ഗോൾ. എന്നിട്ട് ഇങ്ങനെ കാട്ടിയിട്ട് സെലിബ്രേഷനൊക്കെ ഉണ്ടായിരുന്നു. എജ്ജാതി ഗോളടി, ഒന്നും പറയാനില്ല അതിനെക്കുറിച്ച്, അത് നമുക്ക് പറയാനുള്ളൂ. അങ്ങനെ ബ്രസീൽ 1-0 എന്നുള്ള സ്കോറിന് പുറകിലായി. പിന്നെ കുറച്ച് കഴിഞ്ഞ് ബ്രൂണോ ഗുയിമറസിൻ്റെ അസിസ്റ്റിൽ നിന്നും വിനീഷ്യസ് ജൂനിയറിന് ഒരു ബോൾ കിട്ടി. ഇനി ആസ് യൂഷ്വൽ ലെഫ്റ്റ് വിങ്ങിൽ നിന്ന് ഇൻസൈഡ് ചെയ്ത് കട്ട് ചെയ്ത് ഇൻസൈഡിലോട്ട് വരില്ലേ, ആസ് യൂഷ്വൽ പുള്ളി വരുന്നത് പോലെ. പൊതുവേ അത് ബ്രസീലിൽ കാണൽ കുറവ് അറിയാല്ലേ, നമ്മൾ കാണാറുള്ളൂ. പുള്ളി ആ ഇൻസൈഡിലോട്ട് കട്ട് ചെയ്ത് വന്നൊരു പവർഫുൾ ഷോട്ട്. വേൾഡ് ക്ലാസ്, ഫാന്റാസ്റ്റിക്, ആബ്സല്യൂട്ട്ലി ഫക്കിംഗ് ഗോൾ എന്നൊക്കെ പറയില്ല, ആബ്സല്യൂട്ട്ലി ഫക്കിംഗ് ഫാന്റാസ്റ്റിക് ഗോൾ എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഗോളായിരുന്നു അത്. അങ്ങനെ ബ്രസീൽ 1-1 സ്കോറിന് ഈക്വലൈസ് ചെയ്തു. ഓക്കെ, ഈ പരിപാടി അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ കഴിഞ്ഞു. ഫസ്റ്റ് ഹാഫിലാണ് ഈഗോർ തിയാഗോക്ക് വിനീഷ്യസ് ജൂനിയറിൻ്റെ അസിസ്റ്റിൽ നിന്ന് ഒരു ക്രോസിൽ നിന്നും ഒരു ചാൻസ് കിട്ടിയത്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. ഓക്കെ, പറ്റുന്നില്ല, ഒരു ഫ്ലിക്ക് ചെയ്യാൻ പറ്റിയില്ലടി ആ ഒരു ഹെഡ് ഈഗോർ തിയാഗോക്ക്. പോട്ട് ആ ബ്രസീലിൻ്റെ ലെജൻസ് ഒക്കെ ഉണ്ടല്ലോ, കക്കോ, റോബോട്ടോ കാർലോസ്, പിന്നെ അതുപോലെ റൊണാൾഡോ, ഇവരെല്ലാവരും തലയെ കൈവച്ചു പോയി ആ ഒരു ചാൻസ് മിസ് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ. സോ ഓക്കെ, അതങ്ങനെ പോയി. അങ്ങനെ ഫസ്റ്റ് ഹാഫ് അങ്ങനെ കഴിഞ്ഞു. സെക്കൻഡ് ഹാഫ് ആയ സമയത്ത് ആൻസലോട്ടിക്ക് മനസ്സിലായി കാസിംബായി അവിടെ നിന്നിട്ട് കാര്യമില്ല, ഈ ചങ്ങായിക്ക് ഈ പേസ് പിടിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ കാസമിറോ നേരെ വഴിച്ചു, ഫാബീനിയോനെ കണ്ടുവന്നു. 32 വയസ്സുള്ള ഫാബീനിയോ, അൽ ഇത്തിഹാദിലാണെന്ന് തോന്നുന്നു പുള്ളി, സൗദി പ്രോ ലീഗിൽ കളിക്കുന്നത്. 32 വയസ്സുള്ള ഫാബീനിയോനെ കൊണ്ടുവന്നു. ഇബാനസിനെ മാറ്റി ഡാനിലോനെ വന്നു. ഡാനിലോ റൈറ്റിൽ കളിച്ചു, ലെഫ്റ്റിൽ ഡഗ്ലസ് ലൂയിസും കളിച്ചു, ഡഗ്ലസ് സാൻഡോസും കളിച്ചു. ഓക്കെ, ഈ ഒരു ചേഞ്ചസ് ആണ് മെയിൻലി വരുത്തിയത്. ഓക്കെ, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഇറക്കിയത്. ഈ ഒരു ചേഞ്ചിൽ നല്ലൊരു ചേഞ്ച് വന്നു. കാരണം ഫാബീനിയോ വന്നപ്പോൾ അവിടെ പുള്ളി മറ്റൊരു ബുസ്കിറ്റസ് സ്പെയിനിലൊക്കെ കളിക്കില്ലേ, ബായ്സ് കളിക്കില്ല, ആ ഒരു റോള് കളിച്ചു. വളരെ കൂളായിട്ട് ആ ഒരു ബോളിനെ മിഡിൽ കൺട്രോൾ ചെയ്യാം. കാസമീറോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നമുക്കറിയാം പുള്ളി പോവാണ്, ഭയങ്കര ഫോമിൽ നിൽക്കുന്ന ഒരാളാണ്. പക്ഷേ ഫാബീനിയോ എന്ന് പറയുന്നത് പീക്ക് ടൈമിലൊന്നല്ല, 32 വയസ്സുള്ള ഒരാളാണ്. പക്ഷേ ആ ചങ്ങായി എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ആ ഒരു മിഡ്ഫീൽഡ് കൺട്രോൾ ചെയ്തത്. ഓക്കെ, അത് കളി കണ്ടവർക്കറിയാം. സെക്കൻഡ് ഹാഫിൽ ബ്രസീലിന് കുറച്ചും കൂടി അറ്റാക്കുകൾ നിന്നു. കാരണം ഫാബീനിയും ബ്രൂണോ ഗുയിമറസും ആ സെൻറ്ററിൽ ആ ഒരു കളി കൊണ്ടുവരാൻ തുടങ്ങി. അപ്പോഴാണ് മൊറോക്കോ ഒന്ന് പതറാൻ തുടങ്ങിയത്. ഓക്കെ, പിന്നെ അവിടെ നിന്ന് തൊട്ടിട്ട് ബോൾ വരുന്നുണ്ട്. അപ്പുറത്ത് റാഫീനിയക്ക് ബോൾ അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. റാഫീനിയക്ക് ഒന്നല്ലേ മിസ് പാസ് ആവും, അല്ലെങ്കിൽ ഷോട്ട് അടിക്കും, അല്ലെങ്കിൽ ഷോട്ട് അടിക്കണത് ഇതാക്കിപ്പോവും. 83-ാമത്തെ മിനിറ്റിൽ 82-ാമത്തെ മിനിറ്റിൽ എങ്ങാണ്ടായിട്ട് ഒരു ഷോട്ട് ഉണ്ടായിരുന്നു. വിനീഷ്യസ് ജൂനിയറിന് ഒരു കൗണ്ടർ അറ്റാക്കിൽ ഒരു ബോൾ കിട്ടി. വിനീഷ്യസ് ജൂനിയർ എന്ത് ചെയ്തു, അങ്ങനെ ഹൈ ബോൾ കൊടുക്കുമെന്ന് വിചാരിച്ച് ഇവൻ ലോ ബോൾ റാഫീനെ കൊടുത്തു. റാഫീനെ ഇങ്ങോട്ടേക്ക് ബോക്സിൻ്റെ സെൻറ്ററിലോട്ട് വരുന്നത് കണ്ട് ഒരു ലോ ബോൾ കൊടുത്തു. റാഫീനെ ഒരു ഷോട്ട് അടിച്ചു, ഉരുട്ടി ബോണോൻ്റെ കൈക്ക്. എന്താ പറയുക, റാഫീനേക്കുള്ളൊരു ഹെയ്റ്റ് ഒന്നുമില്ല, എല്ലാവരും റാഫീനെ ഹെയ്റ്റ് പറയുന്നുണ്ട്. കാർലോ ആൻസലോട്ടിയാണെന്നുണ്ടെങ്കിൽ റാഫീനേക്ക് ഫുൾ ടൈം കൊടുത്തു. നല്ല കാര്യം, കാരണം റാഫീനേക്ക് റിതം കിട്ടാൻ വേണ്ടിയിട്ട് പുള്ളിക്ക് ഫുൾ ടൈം കൊടുത്തു. റാഫീനിയ ഞാനടക്കം എല്ലാവരും പുള്ളിയെ നല്ലപോലെ ക്രിറ്റിസം വരും. വേൾഡ് കപ്പാണ്, ഒരു മോശം പെർഫോമൻസ് നടത്തിയാൽ പോലും എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു ബിഗ് സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ മോശം പെർഫോമൻസ് നടത്തിയാൽ തന്നെ എല്ലാവരും ക്രിറ്റിസൈസ് ചെയ്യും. സോ അങ്ങനത്തെ ക്രിറ്റിസിസമൊക്കെ വരും. ഇനി സെക്കൻഡ് മാച്ചിൽ റാഫീനയ്ക്ക് റിതം കിട്ടാൻ വേണ്ടി കാർലോ ആൻസലോട്ടി ഫുൾ ടൈം ഇറക്കിയിട്ടുണ്ട്. നല്ല കാര്യം എന്നേ ഞാൻ പറയുള്ളൂ. ഇനി സെക്കൻഡ് മാച്ചിൽ ഹെയ്ത്തിക്കെതിരെയും സ്കോട്ട്ലൻഡിനെതിരെ ഏതെങ്കിലുമൊക്കെ ഒരു ടീമിനെതിരെ നല്ല റിതം കൊണ്ടുവന്ന് ബ്രസീലിനെ ജയിപ്പിക്കാനുള്ള കരുത്ത്, ആ ഒരു സ്ട്രോങ്, ആ ബാഴ്സലോണയിൽ കണ്ട ആ ഒരു പ്രൈം റാഫീനിയെ നമുക്കിവിടെ കിട്ടാൻ വേണ്ടിയിട്ട് കാർലോ ആൻസലോട്ടി ടൈം കൊടുത്തിട്ടുണ്ട്. സോ ഇനി നമുക്ക് കാണുമെന്ന് വിചാരിക്കുന്നു. പുള്ളി തിരിച്ചു വരുമെന്ന് വിചാരിക്കുന്നു. റാഫീനിയാണ് തിരിച്ചു വരുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ചാൻസുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഈഗോർ തിയാഗോനെ മാറ്റി മാത്യൂസ് കുഞ്ഞനെ കൊണ്ടുവന്നു. ലുക്കാസ് പക്വേറ്റനെ മാറ്റി ലൂയിസ് എൻട്രിക്കേനെ കൊണ്ടുവന്നു. ലൂയിസ് എൻട്രിക്കെ റൈറ്റിലും കളിച്ചു, റാഫീനിയ സെൻറ്ററിലും കളിച്ചു. അപ്പോഴും ഒരു കുഴപ്പമില്ലാത്ത രീതിയിലുള്ളൊരു മാറ്റം വന്നു. പിന്നെ വിനീഷ്യസ് ജൂനിയറൊക്കെ അവസാനമൊക്കെ ആയപ്പോഴേക്കും തളർന്നു പുള്ളി. അതാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്. ആകെ ഒരു ചത്ത് കളിക്കണ്ടായിരുന്നു ചെക്കൻ്റെ കയ്യിൽ നിന്ന് മിസ്പാസൊക്കെ വരുന്നുണ്ട് വിനീഷ്യസ് ജൂനിയർ. പക്ഷേ പുള്ളി തന്നെ അത് പ്രസ് ചെയ്ത് തിരിച്ചെടുക്കാനൊക്കെ നോക്കുന്നുണ്ട്. ബ്രസീലിലൊരു എന്താ പറയുക, ഇതുവരെ കാണാത്ത ഒരു ടൈപ്പ് ഓഫ് വിനീഷ്യസ് ജൂനിയറിനെയാണ് നമ്മൾ കഴിഞ്ഞ മാച്ചിൽ കണ്ടത്. പുള്ളിയാണ്, വിനീഷ്യസ് ആണ് ക്യാരി ചെയ്തത് ബ്രസീലിലെ. ഓക്കെ, ദാറ്റ്സ് എ ഫാക്ട്. അല്ല, നമുക്ക് ഇത് കാണുമ്പോൾ അങ്ങനെയാണ് എനിക്കങ്ങനെയാണ് കാണുമ്പോൾ പേഴ്സണലി തോന്നുന്നത്. സോ ഇനി പിന്നെ നെയ്മറൊക്കെ പിന്നെ കളിൻ്റെ ഇടയിൽ ഫസ്റ്റ് ഹാഫിൽ വിനീഷ്യസ് ജൂനിയറിനും പിന്നെ അതുപോലെ ബ്രൂണോ ഗുയിമറസിനും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ബ്രൂണോ ഗുയിമറസിൻ്റെ അസിസ്റ്റിൽ നിന്നും വിനീഷ്യസ് ജൂനിയർ ആ ഒരു ഗോൾ സ്കോർ ചെയ്തത്. ഓക്കെ, നെയ്മർ അവിടെ പക്കാ സപ്പോർട്ടിന് അവിടെ ഉണ്ട്. റാഫീനൻ്റെ ആ ഒരു ചാൻസ് ഒക്കെ ബോണൊക്കെ ഉരുട്ടി കൊടുത്ത് പോകുന്നില്ല. അപ്പോൾ നെയ്മറൊക്കെ തലയെ കൈവച്ച് നിൽക്കണം. ഗോളാവുന്ന പ്രതീക്ഷ അത്രയും അടിപൊളിയായിട്ടുള്ളൊരു ചാൻസ് ആയിരുന്നു അത്. പക്ഷേ റാഫീന അത് പ്രോപ്പറായിട്ട് എടുത്തില്ല. ഓക്കെ,
whatever it is, അതോടെ കഴിഞ്ഞു. എന്തായാലും മാച്ച് തോറ്റില്ലല്ലോ, 1-1 എന്നുള്ള സ്കോറിന് ഡ്രോ ആയേക്കാണ്. സോ സ്റ്റിൽ ദർ ഇസ് ചാൻസ് സ്കോട്ട്ലൻഡ് ആൻഡ് ഹൈത്തി ഈസ് ദ നെക്സ്റ്റ് ഒപ്പോണൻസ്. സോ ഇവർ ഏറ്റവും നല്ലൊരു സ്കോറിൽ വിജയിക്കുക, റൗണ്ട് ഓഫ് 13 ക്വാളിഫൈ ആവുക. അതാണ് പിന്നെ ബ്രസീലിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞത്. ഫസ്റ്റ് വലിയൊരു ചലഞ്ച് കഴിഞ്ഞു, തോൽക്കാതെ പോയിട്ടുണ്ട്. അത് ജയിക്കേണ്ട മാച്ചായിരുന്നു, ജയിക്കേണ്ട സെക്കൻഡ് ഹാഫിലൊക്കെ വേണമെങ്കിൽ പിടിക്കാമായിരുന്നു. പക്ഷേ സമനിലയിൽ കുടുങ്ങി. എന്തായാലും ഇനി 8th ടീം സ്കോട്ട്ലൻഡിനോട് ഇവരേറ്റ് വിജയിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ജയിക്കും. അത് ജയിക്കാതെ റൗണ്ട് ഓഫ് 13 ക്വാളിഫൈ ആവാതൊന്നും ബ്രസീൽ പോകുന്നില്ല. പിന്നെ നോക്കൗട്ട് എന്നാണ് പിന്നെ കുറച്ചും കൂടി ടഫ് പരിപാടി വരുന്നത്. സോ ഇനി നെക്സ്റ്റ് ഷെഡ്യൂൾ എന്താണെന്ന് അറിയാം, കറക്റ്റ് എനിക്ക് ഞാൻ നോക്കിയിട്ടില്ല. ഇന്നിപ്പോൾ മറ്റേ ജപ്പാനും ഹോളണ്ടും കഴിഞ്ഞ് 2-2 എന്നുള്ള സ്കോർ ഇച്ചിരി ടൈറ്റ് മാച്ച്. അതിന് ജർമ്മനി ഏതോ ഒരു ടീമിനായിട്ട് കറക്റ്റ് എനിക്കറിയില്ല 7-1 വിജയിച്ചിട്ടുണ്ട് ബ്രസീൽ. മറ്റേ 2014 ബ്രസീലിൻ്റെ ആ ഒരു സെമി ഫൈനലൊക്കെ ഒന്ന് വരുന്നത് ഓർമ്മിപ്പിച്ച് ജർമ്മനി. ഓക്കെ, അപ്പോൾ ഏതാ ടീം, ഓപ്പോസിറ്റുള്ള ടീം എനിക്കറിയില്ല. പക്ഷെ അവർ എന്താ പറയുക, ആദ്യമായിട്ടാണ് വേൾഡ് കപ്പിലോട്ട് ക്വാളിഫൈ ആവുന്നത്. ഫസ്റ്റ് ഗോൾ ആദ്യമായിട്ട് വേൾഡ് കപ്പിൽ ഗോൾ സ്കോർ ചെയ്യുന്നത്, അതും 1-1 ഈക്വലൈസ് ചെയ്തു. പിന്നെ കുറേ ഗോൾ കായ് ഹാവർട്സും ജമാൽ മുസിയാലൊക്കെ കുറേ ഗോൾ സ്കോർ ചെയ്ത് അങ്ങനെ ആയേക്കാണ്. സോ അങ്ങനെയൊക്കെയാണ് വേൾഡ് കപ്പിൻ്റെ കാര്യങ്ങൾ. സോ കണ്ടൻസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ. താങ്ക് യു സോ മച്ച്.